Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ വെച്ച് ഉണ്ടായിരുന്ന ഒരു സംഭവം. പ്രഭുപാദ് ഡിവോട്ടീസ് പറഞ്ഞു അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് ഡിവോട്ടീസിനോട് കുറച്ച് താല്പര്യമുണ്ട്. അങ്ങനെ പ്രഭുപാദും ഡിസൈപ്പിൾസും എല്ലാം ആരെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല, മറ്റേ ആ മെമ്മറീസിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഡിവോട്ടി ഷെയർ ചെയ്തതാണ്. അപ്പം അദ്ദേഹം പറയാണ് പ്രഭുപാദും ഡിവോട്ടീസ് എല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് പോയി, ഇന്ത്യൻ അംബാസഡറിനെ കാണാനായിട്ട് പോയി. അപ്പം അദ്ദേഹം വളരെ കോഡിയലായിട്ട് ക്ഷണിച്ച് അകത്തിരുത്തുകയെല്ലാം ചെയ്തു. അതിനുശേഷം പ്രഭുപാദ് അദ്ദേഹത്തിനോട് സംസാരിച്ചതെല്ലാം ഷഡ് ഗോസ്വാമിമാരെ കുറിച്ചാണ്. അപ്പം കൂടെ ഇരുന്ന ഡിവോട്ടീസിന് പ്രഭുപാദ് എന്താ ഇത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഇത് തോന്നി. കാരണം ഇദ്ദേഹത്തിന് ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള ഈ അംബാസഡറിന്. പക്ഷെ പ്രഭുപാദ് അദ്ദേഹത്തിന് ഭക്തന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ അദ്ദേഹത്തിന്റെ അംബാസഡറിന്റെ അടുത്തും സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം എല്ലാം കേട്ടോണ്ടിരുന്നു, ശ്രദ്ധയോടെ കേട്ടോണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം മനസ്സിലായി ഇതൊരു ജെന്യുവിനായ വ്യക്തിയാണെന്ന് മനസ്സിലായതിനു ശേഷം അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഞാൻ അങ്ങേയൊന്ന് ചെറിയായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അങ്ങ് എനിക്ക് ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അദ്ദേഹമായിട്ടുള്ളൊരു മീറ്റിംഗ് റെഡിയാക്കി തരണം, എനിക്ക് സംസാരിക്കണം. കാരണം അന്ന് അമേരിക്കയിൽ നിന്ന് വരുന്നവരെല്ലാം CIA ചാരന്മാരാണെന്ന് പറഞ്ഞ് വളരെയധികം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ അവർക്കെതിരെ വളരെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് 6 മാസത്തിൽ കൂടുതൽ വിസ ഒരു അമേരിക്കക്കാരനും കൊടുക്കത്തില്ലായിരുന്നു. അപ്പം 6 മാസം കഴിഞ്ഞ് ഈ ശിഷ്യന്മാരെല്ലാം ഇന്ത്യയിൽ നിന്ന് വീണ്ടും അമേരിക്കയിൽ പോയി വീണ്ടും തിരിച്ച് എടുത്തു വരേണ്ടി വരും. അത് ഭയങ്കര പണച്ചെലവുള്ള കാര്യമാണ്. അപ്പം പ്രഭുപാദ് അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ കാണണം എന്നുള്ള ഒരു രീതിയിൽ പ്രഭുപാദ് സംസാരിച്ചു. എന്നിട്ട് പ്രഭുപാദ് ഇതും പറഞ്ഞു, ഇങ്ങനെ ഈ മിഷണറി, ഈ ഗോസ്വാമിമാരുടെ മിഷണറി ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ശിഷ്യന്മാർ, ഈ ഭക്തന്മാര്. അപ്പൊ അവർക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കാനുള്ള ആ രീതിയിലുള്ള വിസ റെഡിയാക്കി തരണം എന്നുള്ള ഇത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം താൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രഭുപാദിന് ഇന്ദിരാഗാന്ധിയായിട്ട് പിന്നെ സംസാരിക്കാനും മീറ്റിംഗ് തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പ്രഭുപാദും ശിഷ്യന്മാരും തിരിച്ചുപോയി. അപ്പോൾ ആ ശിഷ്യൻ പറയുന്നത് പ്രഭുപാദ് ഒരു പൂർണ്ണമായിട്ടൊരു ഗ്രൗണ്ടഡ് പേഴ്സൺ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഗ്രൗണ്ടഡ് എന്ന് പറയുമ്പം അദ്ദേഹം വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നതുമായ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയൊരാളിനെ കാണുമ്പം ചിലപ്പം നമ്മളൊക്കെ ആവുമ്പം ചിലപ്പോൾ നിങ്ങളുടെ ജോലി എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെയാണ്, അയാളുടെ കാര്യം, അയാളുടെ ഇതിലായിരിക്കും നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്നത്, അയാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. പക്ഷെ പ്രഭുപാദ് ആ ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഈ അംബാസഡറിനോട് സംസാരിച്ചതെന്ന് പറയുന്നു. അപ്പൊ അതാണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം. അത് പ്രഭുപാദിൽ അത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ആ ഭക്തൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ പറയുന്നില്ല. പ്രഭുപാദ് അത് പൂർണ്ണമായിട്ട് തന്റെ പാത ശരിയാണെന്ന് പ്രഭുപാദിന് 100% ഉറപ്പുള്ളതുകൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അത് നമുക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് ശിഷ്യന്മാർ പറഞ്ഞു.